മാത്യു ഹെൻറി എന്ന വേദപണ്ഡിതൻ പറഞ്ഞതത്രേ, ആസ് ദി ലോർഡ് നോസ് us thoroughly and we are strangers to ourselves, we should earnestly desire and pray to be searched and proved by his word and the Spirit. കർത്താവിന് നമ്മെ നന്നായി അറിയാവുന്നതുകൊണ്ട് നാം നമുക്ക് അന്യരായിരിക്കുന്നതിനാൽ അവൻ്റെ വചനത്താലും ആത്മാവിനാലും ശോധന ചെയ്യപ്പെടാനും തെളിയിക്കപ്പെടാനും നാം ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. 2 കാര്യങ്ങൾ വളരെ വ്യക്തമായി നാം തിരിച്ചറിയണം. ഒന്ന്, നാം നമുക്ക് അന്യരാണ്. എന്ന് വെച്ചാൽ നമുക്ക് നമ്മെക്കുറിച്ച് അറിയുന്നതിന് പരിമിതികളുണ്ട്. യഥാർത്ഥമായി നമ്മെ കാണുവാനോ നമ്മൾ നടക്കേണ്ടുന്ന മാറ്റത്തെക്കുറിച്ചുള്ള തിരിച്ചറിവുണ്ടാകുവാനോ നമുക്ക് പൂർണ്ണമായി കഴിയാതെ പോകുന്നു. 2, കർത്താവിന് നമ്മെ നന്നായി അറിയാം. നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടെ നിന്ന് അറിയുന്നു. നമ്മുടെ നിരൂപണം പോലും ദൂരത്ത് നിന്ന് അവിടെ നിന്ന് ഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. 139 സങ്കീർത്തനം 24 വാക്യം, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തേണമേ. ദോഷകരമായ എന്തെങ്കിലും വഴികൾ, രീതികൾ, മനോഭാവങ്ങൾ, പ്രവൃത്തികൾ നമ്മിലുണ്ടെങ്കിൽ അവയെക്കുറിച്ചുള്ള ഗൗരവമേറിയ ഒരു അവബോധം നമ്മിൽ ആദ്യം ഉണ്ടാകണം. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല എന്ന് തിരുവചനം പറയുന്നു. ദൈവത്തിന് തൻ്റെ വഴി നമുക്ക് കാട്ടിത്തരുവാനായി നമ്മിൽ പ്രസാദമുണ്ടാകണമെങ്കിൽ ദൈവം നമുക്ക് കാട്ടിത്തന്ന വ്യസനത്തിൻ്റെ മാർഗത്തെ നാം നമ്മിൽ നിന്നും മാറ്റിക്കളയണം. 2, നമ്മുടെ പ്രാർത്ഥന ശാശ്വത മാർഗത്തിൽ നമ്മെ നടത്തുവാനായിട്ടുള്ളതാണ്. ദൈവത്തിൻ്റെ വഴി തികവുള്ളതാണ്. അതൊരു പക്ഷേ നമുക്ക് മുൻകൂട്ടി കാണുവാൻ കഴിയാത്തതാണ്. എന്നാൽ തന്നോട് പ്രാർത്ഥിക്കുന്നവരെ കുറവില്ലാത്തതും നിലനിൽക്കുന്നതും നന്മയ്ക്കായുള്ളതുമായ ആ ശാശ്വത മാർഗത്തിൽ നടത്തുവാൻ ദൈവത്തിന് ഏറെ താല്പര്യമുണ്ട്. The everlasting way is the way to walk with Jesus. യേശുവിനോടൊപ്പം നടക്കുന്ന വഴി അത്രേ ശാശ്വതമായ വഴി എന്നത്. യേശു കർത്താവിനെ സ്നേഹിച്ച് അനുസരിച്ച് അവനെ അനുഗമിച്ച് നാം യാത്ര ചെയ്താൽ ഈ ശാശ്വത മാർഗം നമ്മെ കൊണ്ടെത്തിക്കുന്നത് നിത്യഭവനത്തിലായിരിക്കും. നമുക്കും ദാവീദിനോട് ചേർന്ന് ഇന്നിങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവേ, വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തേണമേ. ആമേൻ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.